അതായത് ഇപ്രാവശ്യത്തെ സെയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. Which one of the following fundamental force in nature binds protons and neutrons together in the nucleus? ഏത് ഫോഴ്സ് ആണ് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂക്ലിയസിനകത്ത് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ്? ഏത് ഫോഴ്സാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണോ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ? ആൻസർ പറ, 1 മാർക്കിന്റെ ചോദ്യം. ഹലോ, അറിയത്തില്ല? ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് വെച്ച് 3 ചോദ്യം വരുള്ളൂ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ ഇവിടെ ന്യൂക്ലിയസിനകത്ത് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. The slope of the position time graph of a uniform motion gives dash. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്നാ തരും? വെരി ഗുഡ്, വെലോസിറ്റി. 1 മാർക്ക്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെങ്കിൽ ഏത് തരും? ആക്സിലറേഷൻ. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. വല്ല ഡിഫൈൻ എന്ന് പറഞ്ഞ് ചോദിക്കില്ല. അപ്പം ആദ്യത്തെ 4 മാർക്കിന് ഇങ്ങനെ ഓരോ 1 വേർഡ് എഴുതാവുന്ന 4 ചോദ്യം. ഇതേ പാറ്റേണിലാണ് വർഷങ്ങളായിട്ട് ചോദ്യം വരുന്നത്. ഓക്കെ, ആ 2 ചോദ്യം നമ്മൾ പഠിച്ചതും 1-ാം പാഠത്തിൽ 2-ാം പാഠത്തിൽ ഡയറക്റ്റ് കണ്ടുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയേക്കണം. അതെവിടെയെങ്കിലും സേവ് ചെയ്ത് വിട്ടേക്കണം, കളഞ്ഞേക്കല്ലേ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. A.B ആൻഡ് A ക്രോസ്. 1-2 ചോദ്യോടെ ചെയ്യണം. ഈ A.B ആ പ്രോബ്ലം ചെയ്ത് തന്നില്ലല്ലോ. ശ്രീലക്ഷ്മി പ്രോബ്ലം ചെയ്ത് അയച്ചായിരുന്നോ? ഇല്ലല്ലോ. A.B ഈക്വൽ ടു AB cos θ എന്നുള്ളത് വെക്ടറിന്റെ ചോദ്യം തന്നു കഴിയുമ്പോൾ അതിന്റെ ആദ്യത്തെ ഇത് സ്റ്റെപ്പായിട്ട് എഴുതണ്ട കേട്ടോ കാർത്തി. ഇത് A.Bയുടെ ജനറൽ ആംഗിളിന്റെ ടീമിലുള്ളതാണ്. ഇനി വെക്ടർ എ എന്ന് പറയണത് 3i - 2j + k. വെക്ടർ ബി എന്ന് പറയണത് 2i + 5k. ചെയ്തേ. ഫൈൻഡ് ഔട്ട് ദ സ്കെയിലാർ പ്രൊഡക്റ്റ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഈ ചോദ്യത്തിൽ എന്നാണ് ഒരു പ്രത്യേകത? ഒന്നാമത്തതിന് 3 - 2 1 അല്ലേ? എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഇസഡ് കമ്പോണന്റും. രണ്ടാമത്തതിന് ഐക്ക് എക്സ് കമ്പോണന്റ് 2 വൈ കമ്പോണന്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ അതിന് 0 എടുക്കണം. ഇസഡ് കമ്പോണന്റ് എത്രയാണ്? 5. അപ്പം 3 × 2 പ്ലസ് -2 × 0 പ്ലസ് 1 × 5. കണ്ടോ ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഏതൊരു കമ്പോണന്റ് ഇല്ലെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ തന്നപ്പോൾ പോസിറ്റീവ് മാത്രമേ എന്നുള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് എടുക്കണം. ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഇല്ലെങ്കിൽ ആ കമ്പോണന്റ് കറസ്പോണ്ടിങ് ആയിട്ട് 0 എടുത്തിട്ട് ഇവിടുത്തെ കേക്ക് കെ കൊണ്ടേ ഗുണിക്കണം. അല്ലാതെ ഈ 2-നെ 5 കൊണ്ട് ഗുണിച്ച് ഇവിടെ എല്ലാം 0 ഉണ്ട്. നോക്കണം ഏതാണ് തന്നിരിക്കുന്നത്. i × iയുടെ കമ്പോണന്റ്, or x × xന്റെ കമ്പോണന്റ് x1 x2 പ്ലസ് x1 ഇതിനെ y എന്ന് എടുക്കുക. x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3. x എന്ന് y എന്ന്. അതായത് എക്സിന്റെ കമ്പോണിനെ x കൊണ്ട് ഗുണിച്ചോണം, വൈയുടെ y കൊണ്ട് ഗുണിച്ചോണം, ഇസഡിനെ ഇസഡ് കൊണ്ട് ഗുണിച്ചോണം. എത്ര കിട്ടും ഉത്തരം? 6 + 5 11. കിട്ടിയില്ലേ? ഒരെണ്ണം എടുത്താട്ടെ. വെക്ടർ A is equal to -2i
plus 7j minus 6k. Vector B is equal to 2i minus 3k. കണ്ടുപിടി വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇതേ 14 അല്ലേ? 14. ലക്ഷ്മി കിട്ടിയോ? അതായത് -2 into 2 plus 7 into -3, sorry, 7 into 0 plus -6 into -3. That is equal to -4 plus 0, negative negative positive plus 18. 18 4 പോയി കഴിഞ്ഞാൽ 14. Then question number 3, same question. Vector A is equal to 3i minus 2j plus k and vector B equal to 2i plus 5k. Find out vector A cross vector B. ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചല്ലേ ഡിറ്റർമിനന്റ് ഇട്ടിട്ട് ഐ ജെ കെ, ആദ്യത്തെ കമ്പൗണ്ട്, രണ്ടാം കമ്പൗണ്ട് ഐ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു പ്ലസ് കെ ഇൻറ്റു. ചെയ്തേ. എത്ര കിട്ടി ആദ്യത്തെ ഉത്തരം? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു minus 10i minus 13j plus 4k plus 4k. ഇത് തന്നെയാണ് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പൊ ശരിയായിരിക്കും. ശ്രീലക്ഷ്മിക്ക് ഉത്തരം കിട്ടിയോ? ചെയ്യാൻ അറിയാവോ? ഡിറ്റർമിനന്റ് ഐ ജെ കെ. അടുത്ത വർഷം മെട്രിക്സ് പഠിക്കുമ്പോൾ ഇത് പഠിച്ചോളും വിശദമായിട്ട്. ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചാണ്. ഇപ്പം 3 minus 2 1 2 0 5. That is equal to I into ഈ റോയും ഈ കോളം പോയി കഴിഞ്ഞാൽ I 2 10 minus 10 minus 0 minus j into ഈ റോയി ഈ കോളം പോയി കഴിഞ്ഞാൽ 3 5 15 minus 2 plus k into ഇതും പോയി 0 0 minus -4. എന്നാ പറ്റി? തെറ്റി ഞാൻ ചെയ്തേ? എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടി എങ്ങനെയാ? ഞാൻ ചെയ്ത് തെറ്റിയോ? -10i പ്ലസ് മൈനസ് അല്ലേ -j 15 മൈനസ് -13j പ്ലസ് 4k. എന്നാ പറ്റിയ? ശരിയാണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒരെണ്ണോടെ ചെയ്യാം. ഇത് തന്നെ. വെക്ടർ A is equal to -2i plus 7j minus 6k and vector B is equal to 2i minus 3k. Find out vector A cross vector B. Answer ora? A cross B is equal to answer ora? 21j 21 j I 21i 21i plus 18j 18k. K o j o? 18j j plus minus 14k പ്ലസ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ മൈനസ്? മൈനസ് 14k തന്നെയാണോ രണ്ടുപേർക്കും കിട്ടിയേ? ശ്രീലക്ഷ്മി വ്യത്യാസമുണ്ടോ? ഇല്ല. എന്നാ അടുത്ത ഹെഡിങ് എഴുതിക്കോ, യൂണിറ്റ് വെക്ടർ.
യൂണിറ്റ് വെക്ടർ. എന്താണ് യൂണിറ്റ് വെക്ടർ എന്നാ ഞാൻ പറഞ്ഞത്? യൂണിറ്റ് വെക്ടർ ഈസ് ദ സ്മോളസ്റ്റ് വെക്ടർ എന്ന് പറയാം അല്ലേ? സ്മോളസ്റ്റ് വെക്ടർ ഇൻ എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസ്. റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു എക്സ് ആക്സിലെ യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈ ആക്സിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ, ഇസഡ് ആക്സിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ. എല്ലാത്തിനും ക്യാപ്പ് കൊടുക്കണം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇതന്നെ ഇത്രയും മുകളിട്ട് കെ ക്യാപ്പ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, വെക്ടർ ഐ ഡോട്ട് ഐയുടെ വാല്യൂ എത്രയാണ്? ഇതൊക്കെ ചോദിക്കും. വെക്ടർ ഐ ഡോട്ട് ഐയുടെ വാല്യൂ എത്രയാണ്? എത്രയാണ് ഐ ഡോട്ട് ഐ? എത്രയാ? 1. വെരി ഗുഡ്. എങ്ങനെ കിട്ടി? എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റ ആണ്. അപ്പം ഐ ഇൻറ്റു കോസ് തീറ്റ. ഐയും എന്ന് പറയുമ്പം ഒരേ വെക്ടറാണ്. ഇപ്പൊ ഇതാണ് ഐ എങ്കിൽ അതേ വെക്ടറാണ് ഐ. അപ്പൊ അത് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 0. തീറ്റ വ്യത്യാസമില്ല. സോ ആംഗിൾ തീറ്റ ഈക്വൽ ടു 0. സോ ഐ ഇൻറ്റു കോസ് 0. കോസ് 0 എത്രയാണ്? 1. ഐ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ആണ്. എപ്പോഴും അതിന്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 1. മനസ്സിലായോ? എന്നാ ജെ ഡോട്ട് ജെ എത്രയാണ്? കെ ഡോട്ട് കെ എത്രയാണ്? ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? യൂണിറ്റ് വെക്ടർ ഇൻ വൈ ആക്സിസ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇൻ വൈ ആക്സിസ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ജെ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, സോറി ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ജെ എന്ന് പറഞ്ഞാൽ എന്നാ? വൈ ആക്സിസിൽ ഒരു യൂണിറ്റ് വെക്ടർ. അതായത് വീണ്ടും ജെ എന്ന് പറഞ്ഞാൽ എന്നാ? സെയിം വെക്ടർ തന്നെ അല്ലേ? ഒരേ പേര് ഒരേ വെക്ടർ തന്നെയല്ലേ? അപ്പൊ അത് തമ്മിൽ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? അതേ വെക്ടറിന്റെ മുകളിൽ അതേ വെക്ടർ ഇരിക്കുവാൻ ആംഗിൾ എത്രയാ? തീറ്റ 0. അപ്പം ജെ ഇൻറ്റു കോസ് 0. അപ്പൊ എത്രയാകും? രണ്ടും 1 ആണ്, യൂണിറ്റ് വെക്ടർ ആണ്. 1 ഇൻറ്റു 1. എത്രയാണ്? 1. കോസ് 0 1. സിമിലർ വേ കെ ഡോട്ട് കെ എത്ര കിട്ടും? സോ ഇവിടെ ഞാൻ ഈ വരച്ചത് നിങ്ങൾ പഠിക്കണം. ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 1. ഒരേ വെക്ടറിനെ അതേ വെക്ടറിന്റെ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, യൂണിറ്റ് വെക്ടറിന്റെ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ 1 ആയിരിക്കും. മനസ്സിലായോ? എളുപ്പമല്ലേ? എന്നാ ചോദ്യം തീർന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെക്ടർ ഐ ഡോട്ട് വെക്ടർ ജെ അത് ചെയ്തേ. ഇതോടെ കെ ഡോട്ട് കെയോടെ എഴുതണം കേട്ടോ. അപ്പം ഇത് ചെയ്യ്. ഐ ഡോട്ട് ജെ. ഐ ഡോട്ട് ജെ എത്രയാണ്? 0 കിട്ടിയോ? 0 കിട്ടിയോ? ഐ ഡോട്ട് ജെ എന്ന് പറയുമ്പം ഐ ജെ കോസ് തീറ്റ എന്ന് എഴുതാലോ. ഐ എക്സ് ആക്സിന്റെ യൂണിറ്റ് വെക്ടർ അല്ലേ? ജെയോ വൈ ആക്സിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ ഐയും ജെയും തമ്മിലുള്ള ആംഗിള്? അപ്പൊ കോസ് തീറ്റ എത്രയാവും? കോസ് 90 ആവും അല്ലേ? ഐ ഇൻറ്റു
ജെ ഇൻറ്റു കോസ് 90. കോസ് 90 എത്രയാണ്? കോസ് 90 എത്രയാ? 0. സോ ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഇനി വേറെണ്ണം കണ്ടുപിടിച്ചേ. ജെ ഡോട്ട് കെ ഈക്വൽ ടു, പിന്നെ കറങ്ങി വന്നാൽ കെ ഡോട്ട് ഐ. ഇങ്ങനെ ഞാൻ എഴുതിയ ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ. രണ്ടും കണ്ടുപിടിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ജെയും കെയും പെർപെൻഡിക്കുലർ ആണല്ലോ. അതുപോലെ കെയും ഐയും എന്ന് പറയുമ്പോൾ തന്നെ എക്സ് ആക്സും ഇസഡ് ആക്സും അതും പെർപെൻഡിക്കുലർ ആണല്ലോ. തീറ്റ എത്ര വരും? 290 വരും. കോസ് 90 എത്രയാണ്? 0. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് വരച്ചിട്ടേക്കാം. അപ്പം ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു ഐ ഡോട്ട് കെ ഓർ കെ ഡോട്ട് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് അല്ലെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സെയിം വെക്ടർ ആണെങ്കിൽ അതിന്റെ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെ ഡോട്ട് പ്രൊഡക്റ്റ് 1 ആയിരിക്കും. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? എന്നാ അടുത്ത ഹെഡിങ് ഇത് തന്നെയാണ്. ഐ ക്രോസ് ഐയുടെ വാല്യൂ എത്രയാണ്? വെക്ടർ ഐ ക്രോസ് വെക്ടർ ഐ ചെയ്ത് കാണിക്കാം. ഐ ഇൻറ്റു കോസ് തീറ്റ, സോറി ഐ ഇൻറ്റു എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ അല്ലേ? എ ക്രോസ് ബി എത്രയാണ്? എ ബി സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എത്രയാവും? സെയിം വെക്ടർ അല്ലേ? അപ്പം സൈൻ 0. സൈൻ 0 എത്രയാണ്? 0. ഐ ക്രോസ് ഐ ഈക്വൽ ടു 0. സിമിലർലി ജെ ക്രോസ് ജെ ഈക്വൽ ടു 0. സിമിലർലി കെ ക്രോസ് കെ ഈക്വൽ ടു 0. മനസ്സിലായി? വളരെ സിമ്പിൾ ആണ്. ഒരു ഐഡിയ കിട്ടിയാൽ മതി, നമുക്ക് ഒരു സ്പാർക്ക് വീണ് കിട്ടിയാൽ മതി. തീറ്റയുടെ മാത്രം നോക്കിയാൽ ഇവിടെ സൈൻ ആണ്. അപ്പം 0 വരണമെങ്കിൽ സൈൻ 0 വരുന്നത് 0. ഇതുപോലെ തന്നെ തിരിച്ച് ചെയ്തേ. ഐ ക്രോസ് ജെ ആണെങ്കിൽ ഐ ക്രോസ് ജെ പെർപെൻഡിക്കുലർ ആയ രണ്ടെണ്ണാണെങ്കിൽ ഐ ജെ സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജെ സൈൻ സൈൻ 90 അല്ലേ? ഐയും ജെ എന്ന് പറയുമ്പോൾ എത്രയാവും? സൈൻ 90 ആവും. അപ്പം ഐ ക്രോസ് ജെ ഈക്വൽ ടു 1. അതുപോലെ ജെ ക്രോസ് കെ ഈക്വൽ ടു 1. അതുപോലെ തന്നെ കെ ക്രോസ് ഐ ഈക്വൽ ടു, മനസ്സിലായല്ലോ? ആക്ച്വലി ദീസ് ആർ ദ യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓർ സ്കെയിലാർ ആൻഡ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. സ്കെയിലാർ ആണ് നമ്മൾ മുമ്പേ ചെയ്തത്, ഇപ്പൊ ചെയ്തത് വെക്ടർ. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. എ ഡോട്ട് ബി ആയിരുന്നപ്പം എ ബി കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. സംശയം വല്ലതും ഉണ്ടോ?